ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ഇടിയിറച്ചിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇടിയിറച്ചി എന്ന് പറഞ്ഞാൽ ഉണക്കിറച്ചി. നമ്മൾ നാട്ടിൽ നിന്ന് ഉണക്കിയ ഇറച്ചി ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഇറച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ എല്ലാ മക്കൾക്കൊക്കെ കൊടുത്തു വിടണ ഒരൈറ്റമാണിത്. അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണക്കിറച്ചി ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ വിറക് പുള്ളി പോലെയാണ് ഇരിക്കണത് ഇത്. അപ്പോൾ നമ്മളത് കുറേ നേരം വെള്ളത്തിലിടണം. ഒന്നില്ലെങ്കിൽ തലേ ദിവസം വൈകുന്നേരം ഇട്ടിട്ട് നമ്മൾക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്ത് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ രാവിലെ നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ കഴുകി വെള്ളം മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് ചൂടുവെള്ളത്തിലും കൂടി ഇടണം. അപ്പോൾ രാവിലെ ഞാനിതിപ്പോൾ 8 മണിയായപ്പോൾ ഇട്ടിട്ട് വൈകിട്ട് 5:30 മണിക്കാണിത് അടിച്ചെടുക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഇതിൻ്റെ വെള്ളം 2-3 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നല്ല വിറകുള്ളി പോലെ ഇരിക്കണത്. ഇത് നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് വരണം. എന്നാലാണ് ഇത് മിക്സിയിലിട്ട് അടിച്ച് എടുക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് മിക്സിയിലിട്ട് അടിച്ചപ്പോഴത്തേന് മിക്സി സ്റ്റക്കായി. പിന്നെ വേറെ എന്തോ കാര്യം ശരിയാക്കിയപ്പോഴാണ് അത് ശരിയായത്. അപ്പോൾ ഈ ഇടിയിറച്ചി ഒട്ടും ചീത്തയാവൊന്നുമില്ല. പക്ഷേ നമ്മൾ അതനുസരിച്ച് ഇത് കുക്ക് ചെയ്യുമ്പോൾ നല്ലോണം കുതിർത്തിയിട്ട് വേണം എടുക്കണമെങ്കിൽ. അപ്പോൾ നമ്മളത് കുതിർത്തി നന്നായിട്ട് കഴുകി ഞാനത് ചെറിയ പീസുകളാക്കി ഒന്ന് കത്തിയും കൊണ്ട് ഇങ്ങനെ കീറിയെടുത്ത് എന്നിട്ടാണിത് മിക്സിയിലിട്ട് അടിച്ചേക്കണത്. അപ്പോൾ മിക്സിയിൽ കുറേ പ്രാവശ്യം കുറേശ്ശിട്ട് അടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ബ്ലേഡൊക്കെ ചിലപ്പോൾ അടിച്ചു പോകും. അപ്പോൾ അത്രയും കട്ടിയുള്ളൊരു സാധനമാണിത്. അപ്പോൾ കുതിർന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അടിച്ച് എടുത്ത് വെച്ചേക്കണതാണത്. അപ്പോൾ അതിൽ ചെറിയ ഈ ഇറച്ചിയുടെ ബീഫിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഒരു പാട പോലത്തെ സാധനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കഷ്ണങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നും കൂടിയും എടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഇടിയിറച്ചിക്കൊക്കെ നല്ല വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ അവർ കുറേ പ്രാവശ്യം ഉണക്കിയൊക്കെ എടുത്തിട്ടുള്ള ഇറച്ചിയാണിത്. അപ്പോൾ ആറേമയൊക്കെ ഇട്ട് ഉണക്കിയാണ് എടുക്കണത് ഇത്. അപ്പോൾ ഇത് എന്തോരം നാൾ വേണമെങ്കിലും ഇങ്ങനെ ചീത്താവാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വന്നവർ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് കൊണ്ടുവന്ന് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. പിന്നെ അതിലൊക്കെ നമ്മൾ ഒരു വലിയ സവാള, പിന്നെ 3-4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 5-6 വെളുത്തുള്ളി അല്ലി ഇതൊക്കെ എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇഞ്ചിയൊക്കെ നമ്മൾ കാണുമ്പോൾ വെള്ള ഇഞ്ചിയാണ്. നമ്മുടെ നാട്ടിൽ ഈ ഇഞ്ചിയൊക്കെ കാണുമ്പോൾ അധികം ടേസ്റ്റ് ഇല്ലാത്ത ഇഞ്ചിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. പക്ഷേ ഇവിടുത്തെ ഇഞ്ചിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ ഇഞ്ചിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല മണവും എരിവും ഒക്കെ ഉള്ള നല്ല ഇഞ്ചിയായിരുന്നു. പച്ചമുളകും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രയും അതൊക്കെ എടുത്തിട്ട് നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് അതൊന്ന് വെളിച്ചെണ്ണയിൽ വാടി വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ ഇറച്ചി ബീഫ് ഇങ്ങനെ മിക്സിയിൽ അടിച്ച് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഇടണേക്ക് മുമ്പ് തന്നെ ബീഫ് ഇട്ടിട്ട് നമ്മൾ ഒരു 5-6 മിനിറ്റ് ചെറുതീയിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കണം. എന്നാലാണ് അതിൻ്റെ വേവ് പാകാവുള്ളൂ. എന്നിട്ട് വെന്തൊരു വിധമാകുമ്പോഴാണ് മൊരിഞ്ഞൊരു വിധമാകുമ്പോഴാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അത്രയൊക്കെയാണ് ചേർക്കണം. മല്ലിപ്പൊടിയൊന്നും ഇതിൽ ഞാൻ ചേർക്കില്ല. പിന്നെ ഇതിലൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെറുതീയിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ആക്കി എടുക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും